സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് 22-ാം നൂറ്റാണ്ടിലെ ചികിത്സയെക്കുറിച്ചിട്ടാണ് പറയേണ്ടതെങ്കിലും ഒരു പ്രത്യേക വിഷയം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തും വളരെ കാലമായിട്ട് പരിചയക്കാരനും അധ്യാപകനും അതിനു പുറമെ നല്ല ഒരു സഖാവും ആയിരുന്ന ഇപ്പോഴും ആയ മജീദ് മാഷെ കണ്ടു. മജീദ് മാഷ് ഇപ്പോൾ 76 വയസ്സുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള പ്രമേഹ രോഗി ഉണ്ടാവുമെന്ന് സംശയമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം 20-ാം വയസ്സിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ 76 വയസ്സ് കഴിഞ്ഞ് 77 തോന്നുന്നു. അപ്പോൾ 56 കൊല്ലം പ്രമേഹ രോഗമായിട്ട് മല്ലിടുന്ന ചികിത്സിച്ച് കൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. 2-3 ഓപ്പറേഷനുകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞിരിക്കുന്നു പല പല വകുപ്പിൽ. അദ്ദേഹത്തെക്കുറിച്ചിട്ടും എന്തായാലും 22-ാം നൂറ്റാണ്ടിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ അതൊന്ന് പരീക്ഷണം നടത്താമല്ലോ. ആ പരീക്ഷണം നടത്താൻ അദ്ദേഹം തയ്യാറുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായും ഭേദമാകും. പൂർണ്ണമായും ഭേദമാകുക എന്ന് പറഞ്ഞാൽ ഒരു മരുന്നും കഴിക്കാതെ ഒരു ഇഞ്ചക്ഷനും ചെയ്യാതെ പ്രമേഹം ഭേദമാവും എന്ന് തെളിയിക്കാൻ അദ്ദേഹം തയ്യാറുണ്ടെങ്കിൽ അതേക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനീ പറഞ്ഞു, മജീദ് മാഷ് പ്രമേഹ രോഗിയാണ്. മാത്രമല്ല 1976 ഞാനും അദ്ദേഹവും ഒന്നിച്ച്, ഞാൻ മക്കരാവമ്പ് സ്കൂളിലെ ഗണിത അധ്യാപകനാണ്, അദ്ദേഹം മേലാറ്റൂർ RHSലെ അറബി അധ്യാപകനാണ്. ഞങ്ങൾക്ക് 2 പേർക്കും 10 ദിവസത്തെ ഒരു സ്കൗട്ട് ക്യാമ്പ് മേലാറ്റൂരടുത്തുള്ള ഒരു മിലിറ്ററി ബാരക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ 2 പേരും ഒന്നിച്ച് പങ്കെടുത്തവരാണ്. അതിനുശേഷം ഞങ്ങൾ വേർപിരിഞ്ഞു. എന്നാലും 2 പേരും തമ്മിലുള്ള ബന്ധം നല്ല ഊഷ്മളമായിട്ട് തന്നെ നിന്നു. അന്ന് മുതൽ അദ്ദേഹത്തിന് ഈ രോഗമുണ്ട്. മാത്രമല്ല, ആദ്യം അരഗുളിക, ഒരു പൊട്ട്, പിന്നെ അരഗുളിക, പിന്നെ 3/4, പിന്നെ 1, 1, 1, 1, 2, 3, 4, പിന്നെ ആ ഗുളിക മാറ്റി വേറൊന്ന്. അതിനുശേഷം ഇഞ്ചക്ഷനുകൾ, അതായത് ഇൻസുലിൻ, ആദ്യം പന്നിയുടെ ഇൻസുലിൻ, പിന്നെ അങ്ങനെ ഇപ്പോൾ എന്തായാലും അതൊക്കെ കൊണ്ടുപിടിച്ച രോഗങ്ങളും ഇപ്പം നിങ്ങൾക്കറിയായിരിക്കും. ഈ പ്രമേഹം എന്നത് നമ്മളെ എൻഡോക്രൈൻ ഗ്ലാൻസിന്, അതായത് അന്തർസ്രാവ ഗ്രന്ഥികൾ മുഴുവൻ തകർക്കുന്ന ഒരു സാധനമാണ്. എന്തിന്? നമ്മളെ എല്ലാ സെൻസറി ഓർഗൻസിലും
നമ്മളെ നെർവസ് സിസ്റ്റത്തിന് തന്നെ കാത്, കണ്ണ്, കാഴ്ച, കേൾവി, സെക്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ഒന്നായിട്ട് ബാധിക്കുന്ന ഒരു സാധനമാണ് ഈ പ്രമേഹം. പ്രത്യേകിച്ച് അതിന് മരുന്ന് കഴിച്ചാൽ ഇതൊക്കെ കൂടുക ചെയ്യുള്ളൂ. ഈ പ്രമേഹത്തെ, അദ്ദേഹത്തിൻ്റെ പ്രമേഹത്തെ 100% മാറ്റാൻ കഴിഞ്ഞാൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട, ലോകത്തിലെ ഏറ്റവും വലിയ പ്രമേഹ രോഗിയുടെയും അസുഖം മാറ്റാൻ അതൊരു പ്രചോദനമായിരിക്കും എന്നതുകൊണ്ടാണ് ഞാൻ ഈ സാഹസത്തിന് മുതിരുന്നത്. അദ്ദേഹത്തിന് എനിക്കിഷ്ടപ്പെട്ട 3 ഗുണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരാളാണ്. അതിനുള്ള തെളിവ് അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. മാത്രമല്ല, അതായത് ഒരു ഡിവോഷൻ അല്ലെങ്കിൽ അർപ്പണ മനോഭാവം ഉള്ള ആളാണ്. രണ്ടാമത്, അദ്ദേഹത്തിനുള്ള മറ്റൊരു നല്ല ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നല്ല ദൈവവിശ്വാസിയാണ്, മതവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രകൃതിയിൽ, ദൈവത്തിൽ ഉള്ള ഒരു വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ അതിനോടുള്ള ആ വിനയം, ആ ശാസ്ത്രീയമായ വിനയം അദ്ദേഹത്തിനുണ്ട്. അത് സാധാരണ കേവല യുക്തിവാദികൾക്ക് ഉണ്ടാവില്ല. ശാസ്ത്രബോധമുണ്ട് എന്ന് പറയുന്ന കേവല ശാസ്ത്രം തലയിൽ കൊണ്ട് നടക്കുന്നവർക്കൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയോ അല്ലെങ്കിൽ ക്വാണ്ടം തിയറിയോ ഒക്കെ അതായത് ഹയർ ഫിസിക്സ് ഒക്കെ അതായത് വളരെ ഉയർന്ന തലത്തിലുള്ള, അതായത് ആ ഒരു വിനയം, ശാസ്ത്രബോധം കൊണ്ട് വിനയം വന്ന അവർക്കും അതേപോലെ മതവിശ്വാസികൾക്കും മാത്രം ഉണ്ടാവുന്ന ആ വിനയം ഉണ്ടല്ലോ, അത് വേണ്ടത്ര ഉള്ള ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗുണം എന്താ വെച്ചാൽ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും മൂവ്മെൻറ്റ്സൊക്കെ വളരെ സ്ലോ ആണെങ്കിൽ പോലും അദ്ദേഹം എല്ലാ ദിവസവും 6 കിലോമീറ്റർ നടക്കുന്നുണ്ട്. അപ്പം നടക്കാനുള്ള സ്റ്റാമിന അദ്ദേഹത്തിനുണ്ട് എന്നർത്ഥം. ഇതാണ് ഞാൻ അദ്ദേഹത്തിൽ കണ്ട പോസിറ്റീവായിട്ട് കണ്ട കാര്യങ്ങൾ നടത്തും. പിന്നെ അദ്ദേഹത്തിന് സ്വയം പരീക്ഷണം നടത്താവുന്നതും സ്വയം നിരീക്ഷണം നടത്താവുന്നതും അതുവഴി ഗ്രാജ്വലായിട്ട് അദ്ദേഹത്തിന് ഉണ്ടാവുന്ന മാറ്റങ്ങളെ അദ്ദേഹത്തിന് സ്വയം മനസ്സിലാക്കി അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഉപയോഗിക്കുന്ന, ഇപ്പോൾ 3 പ്രാവശ്യമായിട്ടാണ് ഇൻസുലിൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ കഴിവിനനുസരിച്ച് കുറച്ച് കൊണ്ടുവന്ന് പിന്നെ ഇല്ലാതാക്കാം എന്ന ഒരു വിശ്വാസമുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിനുള്ള മറ്റൊരു മെച്ചം എന്താ വെച്ചാൽ അദ്ദേഹം 2 പ്രാവശ്യമേ ആഹാരം കഴിക്കുന്നുള്ളൂ. അത് വലിയൊരു മെച്ചമാണ്. കാരണം ഈ പ്രമേഹ രോഗികൾക്ക് ആഹാരം കഴിക്കാതിരുന്നാൽ അപ്പോൾ വിറ വരും, വയറ്റിലൊന്നുമില്ല, ദഹനത്തിനൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിന് മടിച്ചിട്ട് മറ്റ് ജോലികൾ, അതായത് പ്രധാനപ്പെട്ട ജോലിയായിട്ടുള്ള റിപ്പയർ വർക്ക്, അതൊരു അടിച്ചുതടിയാണ്. ആ റിപ്പയർ വർക്ക് ചെയ്യാൻ മടിയുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ വിറ വരും. ഏതുപോലെയാണെന്ന് വെച്ചാൽ ബീഡി വലിക്കുന്ന ആൾക്ക് ആ ബീഡി ഒരു ലഹരിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ
അപ്പോൾ അയാൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ അതിലൊക്കെ തെറ്റ് വരാം. ഒരുയായി വിഭ്രാന്തി കള്ളുകുടിയന്മാർക്കാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അതായത് ഒരു ബയോറിതം മൂലം, അതായത് എന്നും കള്ള് കുടിച്ച് നടക്കുന്ന ആൾക്ക് ആ കള്ള് കുടിച്ചാൽ ഒരു പ്രയാസമില്ലാതെ നടക്കുന്നവന് രാവിലെ എണീറ്റാൽ ഒരു പെഗ് അടിച്ചാൽ മതി, അയാൾ നോർമലായി. അതല്ലെങ്കിൽ അയാൾക്ക് ആകെ ഒരു വെപ്രാളവും വിറയും ഒക്കെ കാണാം. ഇതൊക്കെ തന്നെ ശരീരത്തിന് ഇത്രകാലം പഠിപ്പിച്ച, അല്ലെങ്കിൽ ഇത്രകാലം അതിന് പതിവായിരുന്ന ആ വസ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ശരീരത്തിന് വേറെ പണി നടക്കേണ്ടി വരും. വേറെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പയർ വർക്കാണ്. റിപ്പയർ വർക്ക് എന്ന് പറഞ്ഞാൽ ശരീര ശുദ്ധീകരണം. ആ ശുദ്ധീകരണം നടത്തുക എന്നുള്ളത് എപ്പോഴും മടിയുള്ളൊരു സാധനം ആയതുകൊണ്ട് തന്നെ അത് നടത്താൻ ശരീരത്തിന് മടിയാണ്. അതുകൊണ്ടാണ് ഈ വിറയും അല്ലെങ്കിൽ തലമിന്നലൊക്കെ വരുന്നത്. ഇപ്പോൾ പ്രമേഹ രോഗികൾക്ക് അങ്ങനെയൊന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരാളെ കണ്ടു, അദ്ദേഹം 8 പ്രാവശ്യമാണ് ആഹാരം കഴിക്കുന്നത്. കാരണം കഴിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മജീദ് മാഷെ സംബന്ധിച്ചിടത്തോളം 2 പ്രാവശ്യം ആഹാരം കഴിച്ചിട്ടും ഈ അതിൽ കൂടുതൽ സമയം ഇൻസുലിൻ ഇഞ്ചക്ട് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അസുഖം മാറാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ എളുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ അസുഖം മാറുന്നതായിട്ട് സ്വയം ഒരു ഗവേഷണങ്ങളിലൂടെ അത് ലോകത്തിന് മുമ്പിൽ തെളിയിക്കാൻ പറ്റിയ ഒരു അവസരമാണിത്. ഈ അവസരം അദ്ദേഹം ഉപയോഗിക്കുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. പിന്നെ മറ്റൊരാൾ ഞാൻ കണ്ട എൻ്റെ അടുത്ത സുഹൃത്തിന് തന്നെ, അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹമാണ് ഈ പറഞ്ഞ 8 പ്രാവശ്യം അദ്ദേഹം ആഹാരം കഴിക്കുന്നുണ്ട്. കാരണം ആഹാരം കഴിക്കാതിരുന്നാൽ അദ്ദേഹത്തിന് വിറ, അല്ലെങ്കിൽ വിഭ്രാന്തി, അല്ലെങ്കിൽ പിന്നെ തലമിന്നൽ, ഇതൊക്കെ വരാം. അത് അദ്ദേഹത്തിൻ്റെ അനുഭവം കൊണ്ടാണ്. മാത്രമല്ല അദ്ദേഹം അത്യാവശ്യം ലഹരിയും സിഗരറ്റും അല്ലെങ്കിൽ ബീഡിയൊക്കെ നടക്കുന്നതല്ല. അപ്പോൾ 2 പേരും വളരെയധികം ശ്രദ്ധിച്ച് ഈ പറയുന്നത് കേൾക്കണം. ഇത് കേൾക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ഞാൻ നല്ല ഒരു ആധുനിക സയൻസിലെ, ആധുനിക മെഡിക്കൽ പ്രൊഫഷനിൽ വളരെ വലിയ ഒരു ഡോക്ടറും, അതേപോലെ കൊച്ചിയിലെ തേവരയിലെ ലൈഫ് കെയർ സെൻറ്റർ എന്ന ഹോസ്പിറ്റൽ നടത്തുന്ന ഡോക്ടർ ജോളി തോംസൺ, അവർ 4 എപ്പിസോഡിലായിട്ട് പ്രമേഹത്തെക്കുറിച്ചിട്ട് ശരിക്ക് വളരെ സത്യസന്ധമായിട്ട്, ഒരിക്കലും ഒരു ചൂഷണ താല്പര്യമില്ലാതെ, സാധാരണ ചൂഷണ താല്പര്യമാണ് ഈ മെഡിക്കൽ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ പ്രധാന ഒരു ലക്ഷ്യം. അതില്ലാതെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ഒന്ന് വായിക്കണം, നിങ്ങളതൊന്ന് കാണണം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. എന്തായാലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു, മനുഷ്യൻ എന്നത് ഈ ജീവനുള്ള ജീവികളിൽ ഒരു മോഡലാണ്, ഒരു സ്പെഷീസാണ്, ഒരു ജീവിവർഗമാണ്. അവന് മറ്റ് ജീവികളിൽ നിന്ന് പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാ ജീവികൾക്കും ഉള്ള നിയമങ്ങൾ തന്നെയാണ് മനുഷ്യനുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് മാത്രം മാറാൻ പറ്റാത്ത ഒരു രോഗവുമില്ല. ഈ രോഗങ്ങളൊക്കെ ഉണ്ടാക്കിയത് മനുഷ്യൻ തന്നെയാണ്.
അവന് മറ്റുള്ള ജീവികളെക്കാളും കൂടുതലായിട്ട് പ്രകൃതിയേതരമായി ചിന്തിക്കാനും പ്രകൃതിയേതരമായി പല സാധനങ്ങൾ അകത്താക്കാനും അകത്തേക്ക് കഴിക്കാനും ഇതൊക്കെ ചാൻസ് ഉണ്ട്. അതിന് കാരണം അവൻ ഉപകരണങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടാണ്. ഉപകരണങ്ങളൊന്നും തന്നെ പ്രകൃതിയിലുള്ളതല്ല. പ്രകൃതിയേതരമായി പ്രകൃതിയിൽ തന്നെയുള്ള വസ്തുക്കൾ കൊണ്ട് മെനഞ്ഞ് ഒരു പ്രത്യേക ജോലി ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയും ആ ജോലി കഴിഞ്ഞതിന് ശേഷം ഈ ഉപകരണം അവിടെ എടുത്തു വച്ച് സൂക്ഷിച്ചു വെച്ച് പിന്നീട് അതേ ജോലി ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിന് ഉപകരണം എന്ന് പറയും. ഇങ്ങനെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഏക ജന്തുവാണ് മനുഷ്യൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മനുഷ്യൻ അകത്താക്കുന്ന വസ്തുക്കളൊന്നും തന്നെ മനുഷ്യൻ്റെ യഥാർത്ഥ അതുണ്ടാക്കിയ അല്ലെങ്കിൽ അത് രൂപകൽപ്പന ചെയ്ത ദൈവമെന്നോ അല്ലെങ്കിൽ പ്രകൃതിയെന്നോ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, ആ ഡിസൈനറുടെ ഡിസൈനിൽ പെട്ടതല്ല. ആ ഡിസൈനിന് പുറമെ ഉള്ളതാണ്. അതായത് പ്രകൃതിയേതരമാണ്. ആ പ്രകൃതിയേതരമായ ഭക്ഷണം നിരന്തരമായി അല്ലെങ്കിൽ ഇൻപുട്ട് അല്ലെങ്കിൽ ഇന്ധനം നിരന്തരമായി കഴിച്ചതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു പെർവേർഷനാണ് അല്ലെങ്കിൽ വ്യതിചലനമാണ് ഈ പ്രമേഹ രോഗവും മറ്റു രോഗങ്ങളും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ വ്യക്തമായിട്ട് പറയാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഡോക്ടർ ജോളി തോംസൺ നമ്പർ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. 94959895. അതായത് 94 കഴിഞ്ഞിട്ടും 95, പിന്നെ 98 കഴിഞ്ഞിട്ട് 95, പിന്നെ 34. ഇതാണ് അവരുടെ നമ്പർ. ഈ നമ്പറിൽ വിളിച്ചാൽ അവരെ കിട്ടും. അവരോട് വേണമെങ്കിൽ കൺസൾട്ട് ചെയ്തോളൂ. മാത്രമല്ല, ഇനി അടുത്ത വരുന്ന ദിവസങ്ങളിൽ ഇത് എങ്ങനെ മാറാം, എങ്ങനെ നിങ്ങൾക്ക് 100% നിങ്ങളെ രോഗം മാറാനുള്ള എല്ലാ ചാൻസും ഇവിടെ പ്രകൃതിയുടെ നിയമങ്ങൾ, പ്രകൃതിയുടെ രീതികൾ മനസ്സിലാക്കുന്ന, അത് നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. ആദ്യമായിട്ട് എനിക്കൊന്ന് പറയാനുണ്ട്. ഈ ജീവനുകൾ ഒന്നും തന്നെ ഒരിക്കലും ആ ജീവൻ നിലനിർത്താനല്ലാതെ ജീവന് സ്വയം അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യില്ല. എല്ലാ ജീവികളും ആ ജീവൻ നിലനിർത്താനും ആ ജീവൻ്റെ സ്വാഭാവികമായ പ്രകൃതിയായുള്ള ജീവൻ ആരോഗ്യത്തോടു കൂടി നിലനിർത്താനും അത് കൂടുതൽ മെച്ചപ്പെടുത്താനും മാത്രമേ അതിന് കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ ജീവന് ഒരു യുക്തിയില്ല, ഒരു ബുദ്ധിയില്ല, ഒരു വിവേകവും ഇല്ല എന്നത് ശരിയല്ല. മനുഷ്യനാണ് അതില്ലായിക. അത് എപ്പോഴാണെങ്കിലും കൂടുതൽ ശരിയിലേക്ക്, കൂടുതൽ നല്ലതിലേക്ക് മാത്രമേ നീങ്ങുള്ളൂ. അല്ലാത്ത സമയത്ത് അതാണ് പ്രകൃതി. അതുകൊണ്ടാണ് നമ്മളെ ഈ ജീവൻ തന്നെ ഇവിടെ നിലനിൽക്കുന്നത്. അത് ഏതുപോലെ അതല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ കാക്ക മലർന്ന് പറക്കണം, അല്ലെങ്കിൽ ആപ്പിൾ മേലേക്ക് പോകണം. ആപ്പിൾ അല്ലെങ്കിൽ മാങ്ങ താഴത്തേക്കല്ലേ വീഴുള്ളൂ. അതിന് പകരം മുകളിലേക്ക് പോകുന്നത് പ്രകൃതി വിരുദ്ധം. അങ്ങനത്തെ ഒരു ലോകം കാലം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ശരീരം നിലനിർത്താനും കൂടുതൽ പരിപോഷിപ്പിക്കാനും കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കാനും മാത്രമേ ശ്രമിക്കുകയുള്ളൂ എന്ന് അംഗീകരിക്കുന്നവർക്കും, അതേപോലെ ഈ ഡോക്ടർ ജോളി തോംസൻ്റെ പ്രഭാഷണം അല്ലെങ്കിൽ അവരുടെ 4 എപ്പിസോഡ് കണ്ടു. അത് 4 കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത ദിവസം ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം.
ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.